എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആധാർ കാർഡ് പ്രിപ്പറേഷൻ. അപ്പോൾ ആധാർ കാർഡ് എന്താണെന്നും അതെന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ നമ്മൾ സുപരിചിതരാണ്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ആധാർ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ UIDAI യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ഒരു 12 ഡിജിറ്റ് റാൻഡം നമ്പറാണ് ആധാർ നമ്പർ എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിക്കും ലിംഗഭേദമന്യേ ആധാർ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ആധാർ കാർഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡെമോഗ്രാഫിക് ആൻഡ് ബയോമെട്രിക് ഇൻഫർമേഷനുകൾ നൽകേണ്ട ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൊവൈഡ് സം ഡെമോഗ്രാഫിക് ആൻഡ് ബയോമെട്രിക് ഇൻഫർമേഷൻ ഡ്യൂറിങ് എൻറോൾമെൻറ്റ് പ്രോസസ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് എൻറോൾമെൻറ്റ് പ്രോസസ്സ് എന്ന്. ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എൻറോൾമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് ഡെമോഗ്രാഫിക് എന്നും എന്താണ് ബയോമെട്രിക് ഡാറ്റ എന്നും. സോ നെക്സ്റ്റ് വി ആർ ലുക്കിംഗ് ഇൻ ടു ഡെമോഗ്രാഫിക് ഡാറ്റ ഫീൽഡ്സ് ദാറ്റ് ആർ ക്യാപ്ചേർഡ് ഡ്യൂറിങ് ആധാർ എൻറോൾമെൻറ്റ്. ആധാർ എൻറോൾമെൻറ്റ് സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഡെമോഗ്രാഫിക് ഡാറ്റ ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കൊടുക്കുന്ന ഫീൽഡുകൾ ഇതൊക്കെയാണ്: നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്, പാരൻറ്റ്, സ്പൗസ് അല്ലെങ്കിൽ ഗാർഡിയൻ്റെ പേര്, ഇൻട്രൊഡ്യൂസർ, UID. ഇതിൽ ആദ്യത്തെ 4 കമ്പൽസറി ആണ്, അതായത് മാൻഡേറ്ററി ആണ്. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ് തുടങ്ങിയവ. പാരൻറ്റ്, സ്പൗസ് അല്ലെങ്കിൽ ഗാർഡിയൻ്റെ പേര് ഓപ്ഷണലാണ്. പക്ഷേ ഇൻ കേസ് ഓഫ് ചൈൽഡ് ബിലോ 5 years ഇത് മാൻഡേറ്ററി ആണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഇതൊരു കമ്പൽസറി ഫീൽഡാണ്. അതുപോലെ ഇൻട്രൊഡ്യൂസർ UID എന്ന് പറയുന്നത് PO, IO, PO, AO ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസർ UID നൽകുന്നത്. POI എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ, POA എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് അഡ്രസ്. അപ്പോൾ ഐഡൻറ്റിറ്റി പ്രൂഫോ അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫോ ഇല്ലാത്തൊരു അവസ്ഥയിൽ നമ്മളൊരു ഇൻട്രൊഡ്യൂസർ UID കൊടുക്കും. ഓൾറെഡി ഉള്ള ആധാറുള്ള ഒരാളുടെ UID നമ്മൾ നൽകേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഡെമോഗ്രാഫിക് ഡാറ്റ ഫീൽഡ്സ് ഇൻ ആധാർ കാർഡ് എൻറോൾമെൻറ്റ്. അതുപോലെ തന്നെ ബയോമെട്രിക് ഇൻഫർമേഷനുകൾ ആധാർ കാർഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാപ്ചർ ചെയ്യപ്പെടുന്ന ബയോമെട്രിക് ഇൻഫർമേഷനുകൾ എന്ന് പറയുന്നത് 10 ഫിംഗർ പ്രിൻറ്റ്സ്, 10 വിരലുകളുടെയും വിരലടയാളം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഐറിസ് സ്കാൻസ്, ഫേഷ്യൽ ഫോട്ടോഗ്രാഫ്, ഐറിസ് ആൻഡ് ഫേഷ്യൽ ഫോട്ടോഗ്രാഫ്സ്. അപ്പോൾ ഈ 3 ബയോമെട്രിക് ഇൻഫർമേഷനുകളാണ് ആധാർ എൻറോൾമെൻറ്റിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന ബയോമെട്രിക് ഇൻഫർമേഷനുകൾ. അപ്പോൾ ഒരു ബയോമെട്രിക് ഡാറ്റ ക്യാപ്ചർ ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ചില മുൻകരുതലുകളുണ്ട്, അല്ലെങ്കിൽ പാലിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ വി ആർ ലുക്കിംഗ് ഓൺ ടു ദ ഗൈഡ് ലൈൻസ് ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ഡ്യൂറിങ് ബയോമെട്രിക് ഡാറ്റ ക്യാപ്ചർ. അപ്പോൾ ബയോമെട്രിക് ഡാറ്റ 5 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിയുടെയും ഐറിസ് സ്കാൻ എടുക്കും, ഫേഷ്യൽ ഇമേജ് എടുക്കണം, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ്സും എടുക്കണം. അപ്പോൾ ഈ 3 ബയോമെട്രിക് ഡാറ്റയും നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളുടെയാണ്. 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അവരുടെ ഫേഷ്യൽ ഇമേജ് മാത്രമാണ് എടുക്കുന്നത്. ബാക്കി അവരുടെ പാരൻസിൻ്റെ ബയോമെട്രിക് ഇൻഫർമേഷനുകളാണ് ക്യാപ്ചർ ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു ബയോമെട്രിക് ഡാറ്റ ക്യാപ്ചേഴ്സ് നടത്തുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ, ചിലപ്പോൾ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരുണ്ടാവും, ശാരീരികമായും അതുപോലെ പ്രായത്തിൻ്റേതായ ബുദ്ധിമുട്ടുകളുള്ള വ്യക്തികളുണ്ടാവും. അപ്പോൾ അവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ എൻറോൾമെൻറ്റ് സമയത്ത് നമ്മൾ അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതായത് ഈ ഡിവൈസസൊക്കെ അവരിരിക്കുന്ന ഒരു രീതിയിൽ അവരിരിക്കുന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാൻ. അതല്ലാതെ നമ്മളുടെ ഡിവൈസസ് സെറ്റ് ചെയ്ത രീതിയിലേക്ക് അവരെ ബുദ്ധിമുട്ടിച്ച് ഇരുത്തരുത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒരു ഡാറ്റ ഓപ്പറേറ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ എൻറോൾമെൻറ്റിൻ്റെ സമയത്ത് നമ്മുടെ ഐസ് അതുപോലെ ഫിംഗേഴ്സിൻ്റെയൊക്കെ ഫിറ്റ്നസ് നമ്മൾ കറക്റ്റായിട്ട് പരിശോധിച്ചിരിക്കണം. അതായത് ചിലപ്പോൾ മിസ്സിങ് ഫിംഗേഴ്സ് ഉണ്ടാവും, ആംപ്യൂട്ടഡ് ആയിട്ടുള്ള ഫിംഗേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഐസിന് പ്രോബ്ലം ഉള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ബയോമെട്രിക് എക്സെപ്ഷൻ ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യണം.
ഓക്കെ. സോ നമ്മൾ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ വി ഷുഡ് ക്യാപ്ചർ ഓൾ ദാറ്റ് ഡാറ്റ ഇൻ യൂസിങ് എ ബയോമെട്രിക് എക്സെപ്ഷൻ ആയിട്ട് തന്നെ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കണം. നെക്സ്റ്റ് വി ആർ ലുക്കിംഗ് ഓൺ ടു ദ ആധാർ കാർഡ് പ്രിപ്പറേഷന് വേണ്ട സെറ്റപ്പ് എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പം നമുക്ക് ഹാർഡ്വെയർ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ആധാർ കാർഡ് പ്രിപ്പറേഷന് ആവശ്യമുള്ള ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടേഴ്സ് ആവശ്യമാണ്. കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ലാപ്ടോപ്സ് ആവാം അല്ലെങ്കിൽ ഡെസ്ക്ടോപ്സ് ആവാം. അതുപോലെ തന്നെ ഡിജിറ്റൽ ക്യാമറ, ഐറിസ് സ്കാനർ, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, പ്രിൻ്റർ, GPS ഡോങ്കിൾ, UPS. അപ്പോൾ ഇതിവയൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ് ആണ്. അതിൻ്റെയൊക്കെ പിക്ചേഴ്സാണ് നിങ്ങൾ കാണുന്നത്. പ്രിൻ്റർ, ഐറിസ് സ്കാനർ, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, അതുപോലെ തന്നെ നമ്മൾ വെബ് ക്യാം ഉണ്ട്. ഡിജിറ്റൽ ക്യാമറ നമ്മൾ വെബ് ക്യാം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറൻ്റെ പേരിലാണ് നമ്മൾ വെബ് ക്യാം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഫോട്ടോഗ്രാഫാണ്. ആധാർ എൻറോൾമെൻറ്റ് പ്രോസസ്സ് നടത്തുന്ന ഒരു ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ കാണുന്നത്. ഐറിസ് ആണ് നമ്മളിപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മളൊരു എൻറോൾമെൻറ്റ് സെൻറ്റർ സെറ്റപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇരിക്കുന്ന ഭാഗങ്ങൾ, നമുക്ക് പ്രിൻ്ററുണ്ട്, ഫിംഗർ പ്രിൻറ്റ് സ്കാനറുണ്ട്, ഓപ്പറേറ്ററിന് അതായത് നമ്മൾ എൻറോൾ ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ ഡാറ്റ കാണാനുള്ള പാകത്തിന് നമ്മൾ ലാപ്ടോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെളിച്ചം കറക്റ്റായിട്ട് കിട്ടുന്ന രീതി, ലൈറ്റിംഗ് കറക്റ്റ് ആയിരിക്കണം. അതിന് വേണമെങ്കിൽ നമുക്ക് ലാമ്പ് യൂസ് ചെയ്യാം, നാച്ചുറൽ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു എൻറോൾമെൻറ്റ് പ്രോസസ്സിലെ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതൊക്കെയാണ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് എന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് വിൻഡോസ് XP അല്ലെങ്കിൽ വിൻഡോസ് 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആധാർ എൻറോൾമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ആധാർ എൻറോൾമെൻറ്റ് ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആധാർ എൻറോൾമെൻറ്റ് ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ ഡാറ്റാസ് ആഡ് ചെയ്യുന്നതും ബയോമെട്രിക് ഡാറ്റ ക്യാപ്ചർ ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ഒരു ഡാറ്റാബേസ് നമുക്ക് ആവശ്യമാണ്. ഈ ഡാറ്റാസ് എല്ലാം സേവ് ചെയ്ത് വയ്ക്കാനും അത് പ്രോസസ്സ് ചെയ്യാനും നമുക്കൊരു ഡാറ്റാബേസും കൂടെ ആവശ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് ഫോർ ആധാർ കാർഡ് പ്രിപ്പറേഷൻ. അതായത് നമ്മളൊരു ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറേ ഫീൽഡുകൾ അവൈലബിൾ ആയിരിക്കും. അവിടെ നമ്മൾ ഡാറ്റ ഫില്ല് ചെയ്യാം. ഇതൊരു ഡെമോഗ്രാഫിക് ഡാറ്റ ഫില്ല് ചെയ്യാനുള്ള പേജാണ്. ഇവിടെ നമ്മളുടെ പേരും അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ബയോമെട്രിക് ഡാറ്റ ക്യാപ്ചർ ചെയ്യുന്ന ഇൻ്റർഫേസാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിംഗർ പ്രിൻ്റാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തത്. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ 4 എണ്ണം, റൈറ്റ് ഹാൻഡിൽ 4 എണ്ണം, 2 തമ്പ്. അപ്പം ഇത്രയും ഡാറ്റാസ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഫിംഗർ പ്രിൻ്റായിട്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസാണ് നമ്മൾ ബയോമെട്രിക് ഡാറ്റ ക്യാപ്ചറിന് കാണുന്നത് ഇൻ കേസ് ഓഫ് എ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ ഇത് ഐറിസ് സ്കാനിങ് ആണ്. ഇപ്പം നമുക്കറിയാം അതിൻ്റെ താഴെ അത് പ്രോസസ്സിങ് ബാർ കാണുന്നുണ്ട്. എത്ര പെർസെൻറ്റേജ് നമ്മൾ പ്രോസസ്സ് ചെയ്തു, 70% അക്യുറേറ്റ് ആയിട്ട് കിട്ടി, അല്ലെങ്കിൽ 80% കിട്ടി. അപ്പോൾ അങ്ങനെ 70% മേലെയുള്ളതാണ് നമ്മൾ കറക്റ്റ് ഡാറ്റ ആയിട്ട് എടുക്കാറ്. അപ്പോൾ എല്ലാം ബയോമെട്രിക് ഡാറ്റാസൊക്കെ എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് എ പോപ്പ് ഓഫ് ബോക്സ് വരെ നമുക്ക് വരും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, അക്നോളജ്മെൻറ്റ് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. വേണമെങ്കിൽ എന്നല്ല, നമ്മൾ തീർച്ചയായിട്ടും ഒരു ആധാർ എൻറോൾമെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അക്നോളജ്മെൻറ്റ് എൻറോൾമെൻറ്റിന് വന്ന ആളുടെ കയ്യിൽ കൊടുക്കാറുണ്ട്. അപ്പം അത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ തരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ആധാർ എൻറോൾമെൻറ്റ് പ്രോസസ്സിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആധാർ എൻറോൾമെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എൻറോൾമെൻറ്റ് സെൻറ്റർ സെറ്റപ്പ് ചെയ്യുന്നതാണ്. ഒരു എൻറോൾമെൻറ്റ് ഏജൻസിയാണ് എൻറോൾമെൻറ്റ് സെൻറ്റർ സെറ്റപ്പ് ചെയ്യുന്നത്. എൻറോൾമെൻറ്റ് സെൻറ്റർ സെറ്റപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സെറ്റപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മൾ കണ്ട ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡിവൈസസ് നമ്മൾ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ് എല്ലാം ലേറ്റസ്റ്റ് വേർഷനിലുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു എൻറോൾമെൻറ്റ് സെൻറ്റർ സെറ്റപ്പായി.
അപ്പം ആ എൻറോൾമെൻറ്റ് സെൻറ്റർ സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഡെമോഗ്രാഫിക് ആൻഡ് ബയോമെട്രിക് ഡാറ്റ ക്യാപ്ചർ ചെയ്യും. ഈ ക്യാപ്ചർ ചെയ്ത ഡാറ്റേൻ്റെ എപ്പോഴും ബാക്കപ്പ് ആൻഡ് സിങ്ക്രണൈസേഷൻ ചെയ്തിരിക്കണം. ദെൻ ഈ ക്യാപ്ചർ ചെയ്ത ഡാറ്റ വി ആർ ട്രാൻസ്ഫറിങ് ദാറ്റ് ടു CIDR. CIDR എന്ന് പറയുന്നത് സെൻട്രൽ ഐഡൻറ്റിറ്റീസ് ഡാറ്റ റിപ്പോസിറ്ററി ആണ് CIDR എന്ന് പറയുന്നത്. അപ്പോൾ ബയോമെട്രിക് ഡാറ്റ എൻറോൾമെൻറ്റ് ഏജൻസി ക്യാപ്ചർ ചെയ്ത ബയോമെട്രിക് ഡാറ്റ നമ്മളൊരു സെൻട്രൽ റിപ്പോസിറ്ററിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ അവിടെ വെച്ച് സെൻട്രൽ റിപ്പോസിറ്ററിയിൽ വെച്ച് UIDAI ഒരു ആധാർ ജനറേറ്റ് ചെയ്യപ്പെടുന്നു വിത്ത് ദിസ് ഡാറ്റ. നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ബയോമെട്രിക് ആൻഡ് ഡെമോഗ്രാഫിക് ഡാറ്റ വെച്ച് ഒരു ആധാർ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ആധാർ ജനറേറ്റ് ചെയ്യപ്പെട്ട ആധാർ ഒരു ബൈ ലെറ്റർ നമ്മൾ ഓരോ റെസിഡൻസിൻ്റെ കയ്യിലേക്ക് എത്തപ്പെടുന്നു. പോസ്റ്റൽ വഴിയാണ് ആധാർ എത്തിച്ചേരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ആധാർ എൻറോൾമെൻറ്റ് പ്രോസസ്സിന് അല്ലെങ്കിൽ ഈ എല്ലാ ഏജൻസി അല്ലെങ്കിൽ എല്ലാ പാർട്സും ചേർന്ന ഈ ഒരു ആധാർ എൻറോൾമെൻറ്റ് പ്രോസസ്സിനെ നമ്മളൊരു ആധാർ എക്കോസിസ്റ്റം എന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പം ഇതിൽ നമ്മൾ നേരത്തെ കണ്ട എൻറോൾമെൻറ്റ് ഏജൻസി ഉണ്ട്, അതുപോലെ ഒരു രജിസ്ട്രാർ കാണുന്നുണ്ട്. രജിസ്ട്രാർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഏജൻസിയാണ്. ത്രൂ രജിസ്ട്രാറാണ് നമ്മൾ ഡാറ്റ CIDRലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം രജിസ്ട്രാർ എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അപ്പം എൻറോൾമെൻറ്റ് ഏജൻസി ത്രൂ രജിസ്ട്രാർ വഴി നമ്മൾ ഡാറ്റ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? CIDRലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ വെച്ച് നമ്മൾ UIDAI അസൈൻ ചെയ്യുന്നു. ആ അസൈൻ ചെയ്ത UID, അതായത് ആധാറാണ് നമ്മൾ റെസിഡൻസിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഒരു ആധാർ എൻറോൾമെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഡാറ്റയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊരു ആധാർ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത കേസസ് വരികയാണെങ്കിൽ ആ ഒരു ലെറ്ററും നമ്മൾ റെസിഡൻസിന് കിട്ടും, റിജക്ഷൻ ലെറ്ററും കിട്ടും. അപ്പോൾ ആധാർ അല്ലെങ്കിൽ റിജക്റ്റഡ് ആയിട്ടുള്ള ലെറ്റർ ഏതാണെങ്കിലും ബൈ പോസ്റ്റ് നമുക്ക് ആ ലെറ്റർ കിട്ടുന്നതാണ്. അപ്പം ഇത്രയുമാണ് ഒരു ആധാർ എൻറോൾമെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ ബാക്കപ്പ് ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ആധാർ എൻറോൾമെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും ഡാറ്റ ബാക്കപ്പ് ചെയ്തിരിക്കണം. അതായത് ഒരുപാട് വ്യക്തികളുടെ ഡെമോഗ്രാഫിക് ആൻഡ് ബയോമെട്രിക് ഡാറ്റയാണ് നമ്മൾ എൻറോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് വീണ്ടും അതൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് എൻറോൾ ചെയ്യുക എന്ന് പറയുന്നത്. ഒരു വലിയൊരു പ്രോസസ്സാണ്. അപ്പം സാമ്പത്തികമായിട്ടുള്ള നഷ്ടം അതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ഡാറ്റ എൻറോൾമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡേയിൻ്റെ എൻഡ് വി ഹാവ് ടു കീപ്പ് എ കോപ്പി അല്ലെങ്കിൽ വി ഹാവ് ടു ടേക്ക് എ കോപ്പി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഡാറ്റ. അപ്പോൾ നമ്മൾ ഏതൊരു എൻറോൾമെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഡാറ്റ ബാക്കപ്പ് നമ്മൾ തീർച്ചയായും ചെയ്തു വെച്ചിരിക്കണം. അതുപോലെ തന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാമറാസ് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡിവൈസസ് നമുക്കുണ്ട്. അപ്പം ആ ഡിവൈസസ് എല്ലാം ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം. അതുപോലെ നമ്മുടെ നെറ്റ്വർക്ക്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ നമ്മുടെ എൻറോൾമെൻറ്റ് പ്രോസസ്സ് സ്റ്റോപ്പ് ആവും, നമ്മുടെ പ്രോസസ്സ് അതായത് ആധാർ ജനറേഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഈ എല്ലാ ഡിവൈസസും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എപ്പോഴും ലേറ്റസ്റ്റ് വേർഷനിലുള്ളതായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റ ബാക്കപ്പ് ആൻഡ് മെയിൻ്റനൻസിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കാര്യം കണ്ടു. ആധാർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടു, എന്തൊക്കെ ഡാറ്റാസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് കണ്ടു. അതുപോലെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു ആധാർ കിട്ടുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ മെയിനായിട്ടുള്ള ആധാറിൻ്റെ ബെനിഫിറ്റ്സ്, ആധാർ കൊണ്ടുള്ള മെയിൻ ഉപയോഗം അല്ലെങ്കിൽ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് ഇതേപോലത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആധാർ ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഫേക്ക് കുറവാണ്, നോ ഫേക്സ് എന്ന് തന്നെ പറയാം. അപ്പം ഈ ഒരു 2 കാരണങ്ങൾ കൊണ്ട് തന്നെ സെക്യൂരിറ്റി ഓഫ് ട്രാൻസാക്ഷൻ ഒരുപാട് കൂടുതലാണ് ഇഫ് യു ആർ യൂസിങ് ആധാർ കാർഡ് ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷനിൽ
സുരക്ഷിതത്വം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസിന് വേണ്ടി ആധാർ ഉപയോഗിക്കാം. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷനിൽ ആധാർ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ദ മൊബിലിറ്റി ഇൻ വേരിയസ് ആപ്ലിക്കേഷൻസ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസ്, അതായത് സാമ്പത്തികമായ കാര്യങ്ങളിലും നമുക്ക് എന്തുപയോഗിക്കാം? ആധാർ കാർഡ് ഉപയോഗിക്കാം. അതായത് ബാങ്കിങ് ട്രാൻസാക്ഷൻസിനൊക്കെ വേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം? ആധാർ ഉപയോഗിക്കാം. ഇനി നമ്മൾ ആധാർ ഉപയോഗിക്കുന്ന ചില മേഖലകളെയാണ് പരിചയപ്പെടുന്നത്. കീ ആപ്ലിക്കേഷൻസ് ഓഫ് ആധാർ. ഏതൊക്കെ ഏരിയകളിൽ നമ്മൾ ആധാർ കാർഡ് ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം കുറേയേറെ ഉപയോഗങ്ങൾ. അതിൽ ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. PDS, ദാറ്റ് ഈസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നിങ്ങൾക്ക് സാധാരണ റേഷൻ കടകളിലൊക്കെ നമ്മൾ ആധാർ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പദ്ധതികളിൽ ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചാണ് ഒരുപാട് പദ്ധതികൾ നടത്തുന്നത്. അതായത് ജൻധൻ യോജന, ഭീമ യോജന, അതുപോലെ തന്നെ ജീവൻ പ്രമാണൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം OJT-യിൽ കണ്ടതാണ്. ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവായിട്ടാണ് നമ്മൾ ജീവൻ പ്രമാൺ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അതെല്ലാം ആധാർ കാർഡ് ബേസ് ചെയ്താണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ്, പാസ്പോർട്ട്, ENPS, നാഷണൽ പെൻഷൻ സ്കീം, ITR, ഇൻകം ടാക്സ് റിട്ടേൺസ്, ഈ ഒരു മേഖലകളിലൊക്കെ നമുക്ക് എന്തുപയോഗിക്കാം? ആധാർ കാർഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നുള്ള കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലിസ്റ്റ് ഔട്ട് ദ ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് POA ആൻഡ് POI. അതായത് പ്രൂഫ് ഓഫ് അഡ്രസ് ആയും പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയും ഉപയോഗിക്കാവുന്ന ഡോക്യുമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യാം. അപ്പം അത് ജസ്റ്റ് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഐഡൻറ്റിറ്റി ആയിട്ടും ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് അഡ്രസ് പ്രൂഫായിട്ടും ഉപയോഗിക്കാം എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ആധാർ കാർഡ് പ്രിപ്പറേഷൻ. ആധാർ കാർഡ് പ്രിപ്പറേഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ്. അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രിപ്പയർ ആൻ ആധാർ എൻറോൾമെൻറ്റ് ഫോം വിത്ത് യുവർ ഓൺ ഡെമോഗ്രാഫിക് ഡാറ്റ. അതായത് നിങ്ങളുടെ സ്വന്തം ഡെമോഗ്രാഫിക് ഡാറ്റ ഉപയോഗിച്ച് ഒരു ആധാർ എൻറോൾമെൻറ്റ് ഫോം പ്രിപ്പയർ ചെയ്യുക. അവരവരുടെ ഡാറ്റ മാത്രം ഉപയോഗിച്ച് ചെയ്താൽ മതി. ഈ സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാം. നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ സഹായം തേടാം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവരും സേഫായിട്ടിരിക്കുക.